നഗരത്തിലേക്ക് വാഹനവുമായി എത്തുന്നവരെ വട്ടം ചുറ്റിക്കുന്നത് വാഹനം എവിടെ പാർക്ക് ചെയ്യും എന്ന പ്രശ്നമാണ്. എന്നാൽ നമ്മൾ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പാർക്കിങ്ങിനുള്ള സ്ഥലവും ബുക്ക് ചെയ്തിടാൻ കഴിഞ്ഞാലോ? അത്തരത്തിൽ ഒരു പാർക്കിംഗ് സൊല്യൂഷനുമായി എത്തിയിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സംഘം യുവാക്കൾ. ഈ സമയത്ത് മാവൂർ റോഡ് പോണേ ഇപ്പോൾ പോയാൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല. പാർക്കിങ്ങിന്റെ പ്രശ്നത്തിനെല്ലാം സൊല്യൂഷൻ ഉണ്ട്. അതിന് നമ്മൾ പോകുന്നത്. എന്താണ് സൊല്യൂഷൻ? നിങ്ങൾ ഈ ആപ്പ് കണ്ടോ? ഇതിൽ നമ്മളിപ്പോ ബുക്ക് ചെയ്താ അവിടെ പോകുമ്പോഴേക്ക് നമുക്ക് പാർക്കിംഗ് സെറ്റ് ആയിരിക്കും. മൻസൂർക്ക, അപ്പൊ ഇനി പാർക്കിങ്ങിനെ കുറിച്ച് ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഈ പാർക്കിങ്ങിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ടീമിനോട് തന്നെ ചോദിക്കാം. 3 വർഷം മുൻപ് കൂട്ടത്തിൽ ഒരാൾക്ക് തോന്നിയ ആശയം ഒരുപാട് നാളുകളുടെ പ്രയത്നത്തിന് ശേഷം അതിപ്പോൾ കോഴിക്കോടിന്റെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാവുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇതുപോലെ സ്ഥലങ്ങൾ അവൈലബിൾ ആണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഓൾറെഡി നമുക്കുണ്ട്. ഇതിനൊന്ന് മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സൊല്യൂഷൻ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ പാർക്കിംഗ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. നമ്മൾ ആപ്പ് വഴി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന സ്ഥലത്തേക്കാണ് അവിടെ ട്രാഫിക് ഉണ്ടാവും എന്ന് ഉറപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പാർക്ക് ചെയ്യണം എന്നുള്ളത് അവിടെ നിന്ന് ബുക്ക് ചെയ്ത് വരാം. ഇനിയല്ല ഇവിടെ എത്തിയിട്ട് തീരുമാനിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കയറാം. ഞങ്ങളുടെ സ്റ്റാഫ് ഇവിടെ ഉണ്ടാവും. നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ഒരുക്കുന്ന ഇടങ്ങളിൽ പാർക്കിംഗ് എളുപ്പമാക്കാൻ ദ പാർക്കിംഗ് കമ്പനി എന്ന പേരിൽ ഒരു ആപ്പും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിലും അതേപോലെ ആപ്പ് സ്റ്റോറിലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ദ പാർക്കിംഗ് കമ്പനി എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അവൈലബിൾ ആയി കിട്ടുന്നതാണ്. ടൗണിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആപ്പ് ഏറ്റവും നമുക്ക് പോകേണ്ട സ്ഥലത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ ആപ്പിൽ വെച്ചിട്ടുണ്ടാവും. അവിടെ എത്ര പാർക്കിംഗ് അവൈലബിൾ ആണ്, നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അത് കൃത്യമായി നാവിഗേറ്റ് ചെയ്തുകൊണ്ട് വണ്ടികൾക്ക് കൃത്യമായി പാർക്ക് ചെയ്യാൻ പറ്റും. ഈ കയറുന്ന സമയത്ത് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ കയറുന്ന സമയത്ത് ANPR അതുപോലെ ഫാസ്ടാഗ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ കയറുമ്പോൾ നമ്മൾ കൃത്യമായി റീഡ് ചെയ്യുന്നു, വാഹനങ്ങൾ കൃത്യമായി പാർക്ക് ചെയ്യുന്നു. അവർ ആവശ്യങ്ങൾ അടുത്തുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ് അവർ എത്ര സമയത്തിലാണോ ഈ സർവീസ് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ വീണ്ടും നമ്മളത് കൃത്യമായി വാഹനം റീഡ് ചെയ്യാണ്. ജില്ലാ ഭരണകൂടവും ട്രാഫിക് പോലീസും ഇത്തരം സംരംഭങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഇപ്പോൾ ഓണം വരികയാണ്, ഹ്യൂജ് ട്രാഫിക്കാണ് സിറ്റിയിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ ട്രാഫിക് സിറ്റി പോലീസ് കമ്മീഷണർ DCP സാർ ഇവരുടെ നേതൃത്വത്തിൽ തുറന്നു വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ടീം 3 സ്ഥലങ്ങളിൽ ഈ പാൻ പാർക്കിംഗ് സിസ്റ്റം പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ പുതിയ പാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. സിറ്റിയിലുള്ള തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോഴിക്കോടിന് ശേഷം സംസ്ഥാനത്തൊട്ടാകെ ഈ ആശയം വ്യാപിപ്പിക്കുകയാണ് പാർക്കിംഗ് ടീമിന്റെ ലക്ഷ്യം. പാർക്കിംഗ് ഒരു ശീലമാക്കുന്ന പുതിയ സമൂഹം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയടത്ത്, മീഡിയ 1, കോഴിക്കോട്.